നമ്മൾ ഇന്ന് മുതൽ ജാങ്കോയുടെ ഫസ്റ്റ് ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എന്താ വെച്ചാൽ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ വെറുതെ ഇതാക്കുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതുകൊണ്ട് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ആ ഫയലിട്ട് വേണം നിങ്ങൾ എഡിറ്റിംഗ് വരുത്താൻ വേണ്ടി. ആ ഫയലിൽ കയറിയിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ പ്രൊജക്റ്റ് എന്നാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഹോമുണ്ട്, പ്രൊജക്റ്റുണ്ട്. ഇവിടെ ഡി ബിന്ന് എനിക്ക് വന്നു, പക്ഷേ നിങ്ങൾക്കത് വന്നോന്നില്ല. ഇത് ഞാനിവിടെ സെപ്പറേറ്റ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ SQL Lite 3 എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. പിന്നെ മാനേജ് എന്ന് പറഞ്ഞൊരു ഫയൽ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ഫയലായിരിക്കും ഞാൻ സിപ്പ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിലോട്ട് എത്തിക്കാൻ പോവുകയാണ്. ബേസിക് മുതൽ നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് ഒരു പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിലോട്ട് എത്തിക്കാം. ഈ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനിത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ഞാൻ പറയുന്ന ഈ തരുന്ന ക്ലാസ് നിങ്ങൾ ഓരോ ക്ലാസ് ഈ ഒരു ഫോൾഡറായിട്ട് തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ആദ്യം തന്നെ ഞാൻ ഈ ഫോൾഡറിൽ നിന്നുകൊണ്ട് VS കോഡ് ഓപ്പൺ ചെയ്യുക. VS കോഡ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ വിത്ത് VS കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം, VS കോഡിൻ്റെ സിമ്പിളായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ CMD എന്ന് അടിക്കുവാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വരും. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഫോൾഡറിൽ തന്നെയാണ് ഓപ്പണായി വന്നതെന്ന് നോക്കുക. ഞാൻ ട്രെയിനിങ്ങിൻ്റെ അകത്ത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് എനിക്ക് ഓപ്പണായി വന്നിരിക്കുന്നത്. ഞാൻ ഈ തരുന്ന കമാൻഡ് CODE സ്മോൾ ലെറ്ററിൽ അടിച്ച് ഡോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും, ഡോട്ട് കൂടി അടിച്ച് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും CODE കോഡ് ഡോട്ട് ഒരു സ്പേസ് ഇട്ട് ഡോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഡോട്ട് ഇട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും താനെ നമ്മുടെ VS കോഡ് ഈ പ്രോജക്റ്റ് ഓപ്പണായി വരും. ഞാൻ ആ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഡിക്റ്റ് എന്ന് പറഞ്ഞ ഇതുണ്ട് വന്നിട്ടുണ്ട്, ഹോം ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറാണ് നമ്മുടെ മെയിൻ പ്രൊജക്റ്റ് ഫോൾഡർ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു മോഡ്യൂൾ എന്ന് പറയാം ഈ ഹോമിനെ. ഇതുപോലെ എത്ര മോഡ്യൂൾസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബേസിക് ആയതുകൊണ്ട് ഒരു മോഡ്യൂളെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഹോം എന്ന് പറഞ്ഞ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഹോം പേജും അതിനുമായിട്ട് ബേസ് ചെയ്ത ബാക്ക് എൻഡ് കോഡും കാര്യങ്ങളെല്ലാം എഴുതാൻ വേണ്ടി ഒരു ഹോം എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഈ മെയിൻ ഫോൾഡറും ഹോം എന്ന് പറഞ്ഞ വേറെ ഫോൾഡറും ഇത് രണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ കമാൻഡ്സിൽ ഞാനിപ്പോൾ പറയുന്നില്ല, അത് കുറച്ച് ക്ലാസ് ആയിക്കഴിഞ്ഞ് ഞാനിത് പറഞ്ഞുതരാം എങ്ങനെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ തന്നെ ആദ്യം തന്നെ എല്ലാം ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. ഇത് കുറേ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ ഈ തന്നെ ഫയൽ വെച്ച് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഞാൻ ഇനി ഈ പ്രൊജക്റ്റ് ഇതൊരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ manage.py ഉണ്ട്, db.sqlite 3 എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് എനിക്ക് എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. ഈ പ്രൊജക്റ്റിനെ എങ്ങനെ, ഇപ്പോൾ ഇത് ഒന്നും ഞാൻ പ്രത്യേകിച്ച് കോഡായിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് റൺ ചെയ്യാൻ നോക്കാം. എന്നാലും ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ ടെർമിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കമാൻഡ് ഉണ്ട്, പൈത്തൺ manage.py റൺ സെർവർ എന്ന് പറഞ്ഞ കമാൻഡ്. ഇത് സ്മോൾ ലെറ്റർ അടിച്ച് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊജക്റ്റ് റണ്ണാകാൻ തുടങ്ങും. റണ്ണാകുമ്പോൾ ഇവിടെ യു ഹാവ് 18 അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അത് നോക്കണ്ട. ഇപ്പോൾ ഇവിടെ ഒരു URL വന്ന് കാണാം. ഈ URL ജസ്റ്റ് കോപ്പി ചെയ്ത് ഏതെങ്കിലും ബ്രൗസറിൽ കൊണ്ട് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഇത് ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു മുകളിലൊരു ഓപ്ഷൻ വരും കണ്ടോ, ഫോളോ ലിങ്ക്. ഈ ഫോളോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു ബ്രൗസർ പേജ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക ആ ലിങ്ക്. അത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ പേജ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഓപ്പണായി വരും. ഇതിപ്പോൾ പ്രൊജക്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് റണ്ണായിരിക്കുക. ഇതിൻ്റെ അത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജാങ്കോ തന്നിരിക്കുന്ന ഒരു ബേസിക് പേജാണിത്. നമ്മുടെ പ്രൊജക്റ്റ് കൃത്യമായിട്ട് തന്നെ വർക്കിംഗ് ആണ്, സക്സസ്ഫുൾ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി
ജാങ്കോ തന്നെ തന്നിരിക്കുന്ന ഒരു പേജാണിത്. ഇനി എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്നത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു പേജ് എങ്ങനെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ റെൻഡർ ചെയ്ത് കാണിക്കാം, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ട ഒരു പേജാണ്, ഒരു HTML പേജ്. നിങ്ങളപ്പോൾ ഒരു HTML പേജ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. വേറൊരു ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ HTML പേജ്. ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ HTML പേജിനെ എനിക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ HTML പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അത് റണ്ണായി. HTML പേജ് അങ്ങനെയാണല്ലോ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ബ്രൗസറിൽ റണ്ണാവും. ഇതല്ലാതെ തന്നെ ഞാൻ എങ്ങനെ ജാങ്കോയുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് എങ്ങനെ റണ്ണാക്കാം, ഈ ഒരു പേജിനെ എങ്ങനെ കാണിക്കാമെന്ന് നോക്കാം. ഇതിന് പറയുന്ന പേരാണ് റെൻഡറിങ്. ഒരു പേജ് സർവറിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് വന്ന് നമ്മുടെ ബ്രൗസറിൽ റണ്ണാകുന്നതിന് പറയുന്നത് റെൻഡറിങ് എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കാം, ആ പേജിനെ എങ്ങനെ റെൻഡർ ചെയ്യിക്കാം. അപ്പോൾ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് urls.py എന്ന് പറഞ്ഞ ഫയലുണ്ട്, രണ്ടാമത്തെ views.py. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ബേസിക്കായിട്ട് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും urls.py എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു URL കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു യൂസർ എന്ന് പറഞ്ഞ URL, അവിടെ നിന്ന് അവർ യൂസർ ലോഗിൻ, ഇങ്ങനെ ഒരു URL റിക്വസ്റ്റ് കാണുമ്പോഴത്തേക്കും എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നതാണ് urls.py. എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് urls.py. views.py എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും urls.py കാണും. ഇപ്പോൾ urls.py എവിടെ കിടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം അല്ല, മെയിൻ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് urls.py ഉണ്ട്. ഇവിടെയാണ് ആ urls.py കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനൊരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്നിട്ട് ഇത് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ views.py. ഇപ്പോൾ ഹോമിൻ്റെ ഇതിപ്പോൾ ഹോം എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ആപ്പ് മാത്രമാണ്, ആപ്പ് എന്നാണ് പറയുന്നത്, ഒരു മൊഡ്യൂളിനെ ആപ്പ് എന്നാണ് പറയുന്നത്. സോ ഒരു മൊഡ്യൂൾ മാത്രമാണ്. ഇതുപോലെ ഹോം ഉണ്ടാവും, അഡ്മിൻ ഉണ്ടാവും, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം ആണെങ്കിൽ പേഷ്യൻ്റ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, അങ്ങനെ പല മോഡ്യൂൾസ് ഉണ്ടാവും ഇതേപോലെ. അപ്പോൾ ഏത് മോഡ്യൂളിൽ എന്താണ് റണ്ണാക്കി കാണിക്കേണ്ടത്, ഏത് ഫംഗ്ഷനാണ് റണ്ണാക്കി കാണിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കമൻ്റ് ആയിട്ടേക്കുന്നത്. സോ എനിക്കിപ്പോൾ ഇങ്ങനൊരു URL കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞൊരു URL കാണുക, /home എന്ന് ഞാൻ ഇട്ടു. ഇങ്ങനെ ഇടുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ എററാണ് അടിക്കുന്നത്. ഇതിന് പകരം നമ്മുടെ ആ പേജ് എനിക്ക് റണ്ണാക്കി കാണിക്കണം. സോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നു, ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഈ ടെംപ്ലേറ്റ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഈ ഹോമിനെ ഇടുന്നു. ഞാൻ ഹോമിനെ ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. ഹോം അല്ല, ഞാൻ ഉണ്ടാക്കിയ HTML പേജ്, അതിൻ്റെ പേര് ഹോം എന്ന് തന്നെയാണ്. സോ ഞാൻ ആ ഹോം എന്ന് പറയുന്ന ആ ഒരു HTML പേജിനെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്ക് അതുകൊണ്ട് ഇട്ടു. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യണം. ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറി നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്താൽ, സോ നമ്മുടെ പൈത്തൺ ജാങ്കോയ്ക്ക് അറിയാൻ പറ്റിയില്ല. ഈ ആപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മൊഡ്യൂളിനെ ഞാൻ ഹോം എന്ന് പറഞ്ഞ മൊഡ്യൂളോ അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ വേറെ ഉണ്ടെങ്കിലും അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ അപ്പോൾ ഇതിന് ഐഡൻറ്റിഫൈ. പക്ഷേ ഈ ടെംപ്ലേറ്റ്സ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ഫയൽസ് ക്രിയേറ്റ് ചെയ്താലും നമ്മൾ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അത് settings.py ഉണ്ട്, അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണം അതിൻ്റെതായ ഭാഗം. ഈ settings.pyയിൽ ഓരോ പ്രൊജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആകേണ്ടത് അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ഒരു സെറ്റിങ്സ് ഫയലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കണ്ടോ, ഇത് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡ് കോഡ് കിടക്കുന്ന സ്ഥലം. അപ്പോൾ അത് എവിടെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇവിടെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഏത് ഫോൾഡറിൻ്റെ അകത്താണ്, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. സോ ഞാനിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡ് കോഡ് എവിടെയാണ് കിടക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ, എൻ്റെ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ആ ഫോൾഡറിൻ്റെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ഈ ഫോൾഡറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പൈത്തൺ ജാങ്കോയ്ക്ക് ആക്സസ് ചെയ്യുക ഈ ഫോൾഡറിനെ. ആക്സസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വർക്കിംഗ് ഒന്നും ആയിട്ടില്ല. സോ ഇനി ഞാൻ പ്രൊജക്റ്റ് ഫോൾഡറിൽ വന്നു, urls.py. ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് അൺകമൻറ്റ് ചെയ്തു. എനിക്ക് ഇത് കാണുമ്പോഴാണ് ഹോം എന്ന് പറയുന്ന ഒരു ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെയും ഹോം എന്ന് തന്നെ ഇടുക, രണ്ടിടത്തും ഹോം എന്ന് തന്നെ ഇട്ട് ഞാൻ ജസ്റ്റ്
എനിക്ക് ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ്റെ കൂടെയാണ് എന്ത് പോകുന്നത്, നമ്മുടെ പേജ് പോകുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഫംഗ്ഷൻ എഴുതി കൊടുക്കുന്ന ഇത് ഹോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. സോ ഹോം എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അഡ്മിൻ എന്ന് പറഞ്ഞ മോഡ്യൂൾ ഉണ്ടാക്കും. ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ എന്ന് പറയുന്ന മോഡ്യൂൾ ഉണ്ടാകും. ഇത് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ടാണ് ഒരു കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഹോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് views.py എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്, ബാക്ക് എൻഡ് കോഡ് എഴുതാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഫ്രം ഹോം എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറല്ല, വ്യൂസ് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹോമിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഹോമിൻ്റെ views.py എഴുതിയിരിക്കുന്ന എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ എല്ലാ മെത്തേഡ്സും നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നത് ജസ്റ്റ് നമുക്ക് ഹോം എന്ന് തന്നെ കൊടുക്കാം. ഹോം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഹോം എന്ന് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, സ്മോൾ ലെറ്ററിൽ കൊടുക്കണേ കൊടുക്കാം. ഹോം എന്ന് ഇങ്ങനെ ഒരു പേര് ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഞാൻ ഹോമിൽ views.py എന്ന് പറഞ്ഞ ഫയലുണ്ട്, അതിൻ്റെ അകത്ത് ചെന്നിട്ട് ഞാൻ എഴുതി കൊടുക്കണം എന്ത്, ഈ ഹോം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത്, ഡെഫ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഡെഫ് ഹോം റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മാൻഡേറ്ററി പാരാമീറ്ററാണ്, അത് കൊടുക്കണം. അത് എന്തിനാണെന്ന് ഞാൻ അടുത്ത ഓരോ ക്ലാസ്സുകളിൽ ഞാൻ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങളെല്ലാം കൂടി പറഞ്ഞു തന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. സോ റിക്വസ്റ്റ് ഇപ്പോൾ ഒരു ഡിഫോൾട്ട് അല്ല, മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു പാരാമീറ്ററാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഞാനിവിടെ പ്രിൻറ്റിംഗ് മെസ്സേജ് ഇടുന്നു. പ്രിൻറ്റ് ഹോം പേജ് ഈസ് റെൻഡറിങ് ഹോം പേജ് റെൻഡറിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഞാനിവിടെ കൊടുക്കുന്ന റിട്ടേൺ എന്താ കൊടുക്കേണ്ടത്, ഇപ്പോൾ ആ ഒരു URL കണ്ടു നമ്മുടെ ബ്രൗസറിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഹോം എന്ന് അടിച്ചു. അപ്പോൾ ഒരു URL കാണുമ്പോൾ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്, urls.py പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അകത്ത്, പ്രൊജക്റ്റ് ഫോൾഡറാണ് മെയിൻ ഫോൾഡർ, അതിൻ്റെ അകത്ത് urls.py ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ നോക്കുമ്പോൾ ഇവിടെ ഹോം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. സോ അത് ഏത് ഫംഗ്ഷനുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എവിടെ നിന്നാണ് വരുന്നത്, ഹോം എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ആപ്പിലെ വ്യൂസ് എന്ന് പറഞ്ഞ ഫയലിൽ ഹോം എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആകേണ്ടത്. സോ ആ ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ തിരിച്ചു കൊടുക്കേണ്ടത്, ഒരു പേജാണ് കാണിക്കേണ്ടത് അല്ലേ. സോ റിട്ടേൺ റെൻഡറിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യത്തെ പാരാമീറ്ററായിട്ട് കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ ഇതിൽ തന്നെ റിക്വസ്റ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിക്വസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിക്വസ്റ്റ് ആരാണ് ചെയ്തത്, ഏത് യൂസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. റിക്വസ്റ്റ് കോമ ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏത് പേജാണ് റെൻഡർ ചെയ്യേണ്ടത്, ടെംപ്ലേറ്റ്സ് ഫോൾഡറില്ല home.html. സോ ടെംപ്ലേറ്റ്സ് ഫോൾഡറില്ല home.html. ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഓൾറെഡി രജിസ്റ്റേർഡാണ് നമ്മുടെ settings.py ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ഞാനിവിടെ ജസ്റ്റ് home.html എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. ഇതെല്ലാം സേവ് ചെയ്തിട്ട് ഇവിടെ എല്ലാം സേവ് ചെയ്യുന്നു ഞാൻ, അല്ലെങ്കിൽ ഓട്ടോ സേവ് ഇടുക VS കോഡിൽ. ഇതെല്ലാം സേവ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ജസ്റ്റ് റൺ ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഒന്നും വരിയില്ല, പേജ് നോട്ട് ഫൗണ്ട്. ഈ ഒരു ലിങ്ക് ഇവിടെ വന്ന ലിങ്കില്ലേ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ലിങ്കിൻ്റെ ഒപ്പം ഹോം എന്ന് പറഞ്ഞുകൂടി കൊടുക്കുമ്പോഴത്തേക്കും /home എന്ന് പറഞ്ഞുകൂടി കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ പേജ് കിട്ടും. ഇനിയിപ്പോൾ ഹോം എന്ന് പറഞ്ഞ് കൊടുത്തില്ലെന്ന് വിചാരിക്കുക, എനിക്ക് ഹോം എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, പകരം ഒന്നും കണ്ടില്ലെങ്കിലും ഫസ്റ്റ് പേജ് എനിക്ക് റെൻഡർ ആക്കേണ്ടത് ഹോം പേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഈ പാത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഹോം എന്നുള്ളത് ജസ്റ്റ് ബ്ലാങ്ക് ആക്കി ഇട്ടേച്ചാൽ മതി. അപ്പോഴും താനെ ഹോം പേജിലോട്ട് തന്നെ റെൻഡർ ആയിക്കോളും. ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ആ ലിങ്ക് മാത്രം ഇട്ടാലും, ഈ ലിങ്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ലിങ്ക് മാത്രം ഇട്ടാലും ഈ ഹോം പേജ് തന്നെ റെൻഡർ ആവും. ഇപ്പോൾ നമ്മളെങ്ങനെ ഒരു പേജ് റെൻഡറാക്കി കാണിക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഞാൻ തന്ന ഫോൾഡറിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് നമുക്ക് ഫ്രണ്ട് എൻഡ് റെൻഡറാക്കി കാണിക്കാം.
ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഔട്ട്പുട്ട് അയച്ചു തരണം. നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയ ഔട്ട്പുട്ട് എനിക്ക് അയച്ചു തരണം. അപ്പോൾ താങ്ക് യു.